ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും നമ്മളോട് ആരെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണോ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കണേ മുഖത്തിടാനൊക്കെ ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഓയിലി ആയിട്ടിരിക്കും, ചിലപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും, ചിലപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് മൊത്തം 5 ടൈപ്പ് ഓഫ് സ്കിന്നാണ് ഉള്ളത്. അതായത് ഒന്ന് നമ്മുടെ നോർമൽ സ്കിൻ, പിന്നുള്ളത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് സ്കിന്നാണുള്ളത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് സ്കിൻ ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ഓയിലി ഉണ്ടാവാം, ഡ്രൈ ഉണ്ടാവാം, കോമ്പിനേഷൻ ഉള്ളവരുണ്ടാവാം, ചിലർ എന്തിട്ടാലും പ്രശ്നമാവണ സ്കിൻ ഉണ്ടാവും, ചിലർക്ക് ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്കിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് നമ്മുടെ സ്കിൻ എന്ന് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്ന് ടീ സോൺ, ഒന്ന് യു സോൺ. ടീ സോൺ എന്ന് പറയുമ്പം നമ്മുടെ ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ, അതായത് ഇങ്ങനെ ടീ ഷേപ്പിൽ വരുന്നതാണ് ടീ സോൺ. അടുത്തത് യു സോൺ. യു സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജോ ലൈൻ ആൻഡ് ഇവിടെ ഈ ചീക്കിൻ്റെ സൈഡും, അതിനാണ് നമ്മൾ യു സോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സൈഡ് എടുത്തിട്ട് സി സോൺ എന്നും പറയാം, ബട്ട് മോസ്റ്റ്ലി ടീ സോൺ ആൻഡ് യു സോൺ. ഇതാണ് നമ്മുടെ 2 സോണുകൾ. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ്, അപ്പോൾ ഈ സോണിലെ ഡിഫറൻസസ് വെച്ചിട്ടാണ് നമുക്ക് സ്കിൻ ടൈപ്പിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫേസ് ഒരു സോപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ ക്ലെൻസറോ എന്ത് വെച്ചാൽ യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഒരു 1 hour അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 2 hour, 1.5 to 2 hours വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മോയ്സ്ചറൈസറോ സെറവോ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. വാഷ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ഒന്നും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു 2 hours അല്ലെങ്കിൽ 1.5 hours കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിനെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ടീ സോൺ, അതായത് ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ ഭയങ്കര ഷൈനിങ്ങും ഓയിലി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി ആണെന്നാണ് അർത്ഥം. ഈ ഓയിലി ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പോഴ്സ് ഉണ്ട്. ഈ പോഴ്സിൽ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് എക്സസ് ആയിട്ട് ഒരുപാട് ഓയിലിനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഓയിലിനെ, അതായത് അതിൻ്റെ നോർമലിൽ നിന്ന് ഒരുപാട് ഓയിലിനെ സെക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കിൻ എന്തായി മാറുന്നത്, ഓയിലി ആയിട്ട് മാറുന്നത്. ഇത് വരാനായിട്ടുള്ള മെയിൻ കാരണം ആസ് യൂഷ്വൽ എല്ലായിടത്തും പറയണ പോലെ ജെനറ്റിക് ആണ് മെയിൻ പ്രോബ്ലം. നമുക്ക് ഓയിലി ആയിട്ടുള്ള ആണ് നമ്മുടെ ഫാമിലിയിലുള്ള, നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഓയിലി സ്കിൻ ആയിരിക്കും വരിക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ കൂടുതലും ഓയിലി ഫുഡ്സ് കാര്യങ്ങളും ഒക്കെ, നമ്മളിപ്പോൾ കുറേ ബേസിക് ലൈഫൊക്കെയാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കൂടുതലും ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ അതും ഒരു റീസൺ ആണ് ഓയിലി സ്കിൻ ആവാനായിട്ടുള്ളത്. വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പേ അറിയാതെ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിക്കുക. അതായത് ഓയിലി സ്കിൻ എന്നറിയാതെ ഓയിലി ആയിട്ടുള്ള ക്രീമും അങ്ങനത്തെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. കൂടുതലും ഓയിലിനെ സെക്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് നമ്മളവിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ സ്കിൻ ഓയിലി ആണ്. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അത് വെച്ചിട്ട് വേണം ഇനി ഫ്യൂച്ചർ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്. ഈ ഡ്രൈ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വാഷ് ചെയ്തൊക്കെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഇത്രയും ഭാഗം, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഞാനിപ്പോൾ ഓയിലി പറഞ്ഞതുപോലെ ജസ്റ്റ് ഉൾട്ടയാണ് അത്രയും ഭാഗം, അതായത് ചിന്ന്, നോസ്, ഫോർഹെഡ്, ചിന്ന്, നോസ്, ഇത്രയും ഭാഗം വന്നിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. അതായത് നമുക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ സ്കിൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ പോലെയൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ എന്തായിരിക്കും, ഡ്രൈ ആണെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ചിലർക്ക് ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും. നമുക്ക് ക്ലൈമറ്റൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒരുമാതിരിയായിട്ട് നമുക്ക് വലിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ഒരു ചൊറിച്ചിൽ ഫീൽ ചെയ്യത്തില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ, അതായത് ഈ ഏരിയയിൽ അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ക്ലൈമറ്റ്, അതായത് നമുക്ക് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആകും. അപ്പോൾ നമ്മുടെ അങ്ങനെ വരാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഹാർഷായിട്ടുള്ള സോപ്പോ ബോഡി വാഷസോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ ആവാനായിട്ടുള്ള കാരണങ്ങൾ. ഇനി അടുത്ത സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്. സോ കോമ്പിനേഷൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഓയിലിയും നമ്മുടെ ഡ്രൈയും കൂടെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നതിനെയാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ടീ സോൺ ഓയിലി ആയിട്ടും ബാക്കി ഈ ചീക്കും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ സ്കിൻ നമുക്ക് വരാനുള്ള കാരണം എന്താ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ ഭാഗത്തുള്ള
നമ്മൾ മുന്നേ ഓയിലിക്ക് പറഞ്ഞില്ലേ, അതേപോലെ നമ്മുടെ അവിടുത്തെ ഗ്ലാൻസ് എക്സസീവായിട്ട് ഓയിലിനെ പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മുടെ ടീ സോണിൽ എക്സസീവായിട്ട് ഓയിലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓയിലി സ്കിൻ വരും. പിന്നെ നമ്മുടെ വെതർ കാര്യങ്ങൾ, അതായത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് റീസൺസ് വരുന്നത്. വെതർ ആകാം, ഹാർഷ് ആയിട്ടുള്ള സോപ്പ്, കോമ്പിനേഷൻ ആയിട്ടാണ് അതിൻ്റെ റീസൺ വരിക. ഇനി അടുത്തത് സെൻസിറ്റീവ് സ്കിൻ. ഇത് മിക്കവർക്കും പ്രശ്നമുള്ള കാര്യമായിരിക്കും. കാരണം എന്ത് മുഖത്ത് വെച്ചാലും എനിക്ക് അലർജി ആവുക, എനിക്ക് പിമ്പിൾസ് വരിക, അല്ലെങ്കിൽ ഭയങ്കര റെഡ്നെസ് വരിക, ഇതൊക്കെയാണ് സെൻസിറ്റീവ് സ്കിൻ. അതായത് നിങ്ങളിപ്പം വാഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ ഭയങ്കര ഓയിലൊക്കെ സെക്രീറ്റ് ചെയ്ത് കുരു കാര്യങ്ങൾ. എന്ത് പ്രോഡക്റ്റ് ട്രൈ ചെയ്താലും അല്ലെങ്കിൽ എന്തിപ്പോൾ ഹോം റെമഡി ഈവൻ ട്രൈ ചെയ്താൽ പോലും സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുക, കുറേ ഇങ്ങനെ റെഡ്നെസ് ആയിട്ടിരിക്കുക, അവിടെ ഇവിടെ ഒക്കെ ഭയങ്കര, അതായത് ഒരു അലർജിക്ക് ഒരു റിയാക്ഷൻ മുഖത്ത് വരുന്നതിനാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരാം, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വരാം. ചിലപ്പം നമുക്കറിയാൻ പാടില്ലാതെ നമ്മുടെ സ്കിന്നിന് അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകാം, അറിയാൻ പാടില്ലാതെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും സെൻസിറ്റീവ് സ്കിൻ വരുന്നത്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നിനെ നമുക്ക് എങ്ങനെ, അതായത് നമുക്ക് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് വെച്ചാൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ്. നമ്മൾ എന്ത് ചെയ്യണതിന് മുന്നും, ഈവൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ഡിസ്ക്ലെയിമർ ആയിട്ട് വരെ ഇടാറുണ്ട്, എന്ത് ഞാൻ കാണിക്കുന്നതാണെങ്കിലും നിങ്ങൾ അതിൻ്റെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം ഈവൻ നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഡിസ്ക്ലെയിമർ എഴുതി വെക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ ആ പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഞാനും പല വീഡിയോസ് പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നൊക്കെ. ബട്ട് നമുക്ക് ആർക്കും, എനിക്കറിയില്ലായിരുന്നു, പേഴ്സണലി എനിക്കറിയില്ല എങ്ങനെയായിരുന്നു ഇത് ചെയ്യാമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്യാം എന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനോർത്ത് എന്നെപ്പോലെ അറിയാൻ പാടില്ലാത്തവരും നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. കൂടുതലും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ സാധനം. അപ്പോൾ നമുക്കിനി പാച്ച് ടെസ്റ്റ് എങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയുന്ന എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. സോ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് ബോഡി പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം, വേറൊന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ ബാക്ക്. ഇത് രണ്ട് ചൂസ് ചെയ്യാനുള്ള കാരണം, കൈ ചൂസ് ചെയ്യാൻ ഇവിടെ നമ്മുടെ ഡെലിക്കേറ്റ് ആണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ചെവിയുടെ ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൻ്റെ സ്കിന്നുമായിട്ട് ക്ലോസറുമാണ്, അതുപോലെ തന്നെ അവിടവും കുറച്ച് ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സ്ഥലമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ ഫോറാം എടുക്കുന്നെങ്കിൽ ഫോറാം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഏത് പ്രൊഡക്റ്റ് ആണോ അതൊരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഇവിടെ കുറച്ച് നേരം അപ്ലൈ ചെയ്യാം. ഒരു സ്മോൾ പ്രപ്പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഒരു ചെറിയ പോർഷൻ എടുത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 24 hours മാക്സിമം, പറ്റുമെങ്കിൽ ഒരു 48 hours എങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് പാഡിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ചെറിയ ബാൻഡേഡ് പോലത്തെ സാധനം അത് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കാം. കാരണം വെള്ളം നമുക്ക് അറിയണമല്ലോ എന്താ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 24 പറ്റിയില്ലെങ്കിൽ ഒരു 24 hours എങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കുക. ചില സ്കിൻ റിയാക്റ്റ് ആവാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഒരു മാക്സിമം ഒരു 48 hours നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 48 hours വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടം ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് ഇഫ് സപ്പോസ് എന്തെങ്കിലും ഒരു റെഡ്നെസ്സോ ബ്ലിസ്റ്റേഴ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബംസോ ഒരു ചിലപ്പം നമുക്ക് തേച്ച ഉടനെ തന്നെ ചില സാധനം നമ്മൾ ഇപ്പോൾ ചിലർക്ക് ടൊമാറ്റോ തേച്ച ഉടനെ തന്നെ ഒരു ഇച്ചിങ് ഫീൽ ഉണ്ടാവാം. ചിലർക്ക് ഭയങ്കര ഒരു എരിച്ചിലൊക്കെ തോന്നാം, ഒരു ബേണിങ് സെൻസേഷൻ പോലെ തോന്നാം ചില സാധനങ്ങൾ യൂസ് ചെയ്ത് തരുമ്പോൾ. ടൊമാറ്റോ മാത്രമല്ല എന്ത് യൂസ് ചെയ്താലും അത് ഓരോരുത്തരുടെ സ്കിൻ പോലെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ഓഫ് ചെയ്തോളൂ. അത് നിങ്ങൾക്ക് അലർജിക്കാണ്, അതായത് നിങ്ങൾ സെൻസിറ്റീവ് ആണ് ആ കാര്യത്തിൽ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും, ഫേസിൽ എന്തെങ്കിലും പൊള്ളൽ പോലെയൊക്കെ ആവാം. അപ്പോൾ എന്തെങ്കിലും തേക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്തേക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 12 hours ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും റെഡ്നെസ് വരാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യു ആർ സെൻസിറ്റീവ് ടു ദാറ്റ്. അപ്പം അതുപോലെ ഇങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാച്ച് ടെസ്റ്റ് എല്ലാവരും ഒരു പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പാച്ച് ടെസ്റ്റ്. അത്
ഇപ്പം ഞാനും മുന്നേ ഒന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല, ഇപ്പോഴൊക്കെയാണ് നോക്കി തുടങ്ങിയത്. അതായത് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സ്കിൻ ടൈപ്പ് അറിയാൻ പാടില്ലാത്തവരുണ്ടാവാം, പാച്ച് ടെസ്റ്റ് എങ്ങനെ ചെയ്ത് നോക്കണം എന്നറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ചെറിയ വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും മെൻഷൻ ചെയ്തോളൂ, നോ പ്രോബ്ലം. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കാണുന്നത്, ആരെങ്കിലും കാണുന്നെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ടിങ് 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 ചെയ്താൽ മാത്രമേ നമ്മുടെ യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിമിഷ. ബൈ.